busyness. ഒരുപക്ഷെ നിങ്ങൾ ഇന്ന് കാണുന്ന ആ ഒരു കൂട്ടം എന്ന് പറയുന്നത് പെന്തക്കോസ്തിന്റെ 4 or 5 തലമുറയായിരിക്കും. You might be seeing the 4th or 5th generation of Pentecostals attending Ticina. ഇവരുടെയൊക്കെ ഒരു പിതാക്കന്മാരെ ദൈവം ഈ രാജ്യത്തേക്ക് കൊണ്ടുവന്നു. Their fathers were brought to this land by the Lord. വലിയ വിദ്യാഭ്യാസ യോഗ്യതകളോ വലിയ കഴിവൊന്നും ഉണ്ടായിരുന്നവരല്ല. They're not too overly qualified or educated. ഒട്ടുമിക്കവരും ഒക്കെ കടന്നു വന്നത് ബൈബിൾ കോളേജ് പഠിക്കാൻ വേണ്ടിയൊക്കെയാണ് വന്നത്. A lot of them came to this country through Bible college as being students for Bible colleges. പക്ഷെ തലമുറകളെയൊക്കെ അവർ പഠിപ്പിച്ചു. But they taught their children. ഇന്ന് നോർത്ത് അമേരിക്കയുടെ പല വലിയ ഹോസ്പിറ്റലുകളിലെ ഡോക്ടേഴ്സ് ഒക്കെ നമ്മുടെ തലമുറകളാണ്. Big doctors in different hospitals in North America are our children. പല പൊസിഷനുകളിൽ ദൈവം അവരുടെ തലമുറകളെ മാനിച്ചു. God has honored them in different positions. എത്രത്തോളം ആ തലമുറ ദൈവത്തെ ഇന്ന് മാന്യമായി സേവിക്കുന്നു എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നമാണെങ്കിലും Even though it's a big question mark of how much those children are serving the Lord, ദൈവത്തെ സേവിക്കുന്നതിന്റെ തലമുറയെ ദൈവം അനുഗ്രഹിക്കുന്നത് God will bless the one who serves അത് him. എല്ലാ രീതിയിലും നമുക്ക് കാണാൻ പറ്റും. Seen in every aspect of their ഒരു lives. പെന്തക്കോസ്റ്റൽ കോൺഫറൻസിനേക്കാൾ ഉപരി More than we speak the conference. നല്ല കൂട്ടമാവും. നല്ല കൂട്ടമാണ്. It's a good group. സോദരം Amen. നമ്മളെ പ്രതിനിധീകരിച്ചുകൊണ്ട് പ്രിയ ബാസും ജോയലും കാനഡയും കാൽഗറിയും അവർ എഴുന്നേറ്റ് നിൽക്കുന്നത് നമുക്കൊരു അനുഗ്രഹമാണ്. Pastor is representing Calgary, and Joel is also representing Canada for basketball. തുടർന്ന് ഒത്തിരി സമയം ഞാൻ മുന്നോട്ട് എടുക്കുന്നില്ല. I'm not taking too long for the message today. ഒരു സന്ദേശം ദൈവാത്മ എന്റെ പ്രാർത്ഥനാ മുറിയിൽ തന്നത് നിങ്ങളോട് പങ്കുവെച്ച് വേഗം ഇരുപ്പാൻ കർത്താവ് ഞാൻ We'll താല്പര്യപ്പെടുന്നു. conclude after I'm making a short message here. ആവർത്തന പുസ്തകം 20-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം. Deuteronomy 20 verses 1. യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടിട്ട് ഉം. കുതിരകളെയും രഥങ്ങളെയും ഉം. നിന്നിലും അധികം ജനത്തെയും കാണുമ്പോൾ പേടിക്കരുത്. മിസ്രയീം ദേശത്ത് നിന്ന് നിന്നെ കൊണ്ടുവന്ന നിന്റെ ദൈവമായ യഹോവ നിന്നോട് കൂടെയുണ്ട്. ഒന്ന്, നീ പേടിക്കരുത്, First, do not be afraid. നിന്നോട് കൂടെയുണ്ട്. Lord is with you. ഒന്ന്, നീ പേടിക്കരുത്. One, don't get afraid. രണ്ടാമത്തത്, നിന്നോട് കൂടെയുണ്ട്. Secondly, he's with you. ഞാൻ ഒരു കാര്യം പറയാം. I'll tell you, യുദ്ധം വരുന്നതിന് മുമ്പ് യുദ്ധത്തിനെ കുറിച്ച് ദൈവം ഒരു അറിവ് കൊടുക്കുക. before war comes, God will warn you about a war. ദൈവം നിങ്ങളെ എക്വിപ്പ് ചെയ്യാണ്. He will equip you for that battle. ദൈവം നിങ്ങളെ യുദ്ധത്തിന് വേണ്ടി തയ്യാറാക്കുമ്പോൾ ഒരു കാര്യം ഓർത്തോണം. When he prepares you for battle, you need to know something. ഒരു യുദ്ധം നിങ്ങളുടെ മുമ്പിലുണ്ടെന്ന്. There is a battle ahead of you. Provision of armor is the prediction of attack. മലയാളത്തിൽ പറയാം. ഓക്കെ, ഞാൻ പറയാം. ദൈവം യുദ്ധത്തിന് നിങ്ങളെ തയ്യാറാക്കുന്നതിന്റെ ലക്ഷണം എന്ന് പറയുന്നത് യുദ്ധം വരുന്നു എന്നതുകൊണ്ട്. Preparing you for battle is because it's coming. എഫീസ്യ ലേഖനം 6-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ പൗലോസ് ഇത് മനോഹരമായ രീതിയിൽ അവതരിപ്പിക്കുന്നുണ്ട്. Ephesians 6:13, Paul is saying this in a really good manner here. നിങ്ങൾ ദുർദിവസത്തെ എതിർക്കുവാനും സകലവും സമാപിച്ചിട്ട് ഒന്നിച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധം എടുത്തുകൊള്ളുവിൻ. അപ്പൊ ഇവിടെ പറയാണ്, ഉറച്ചു നിൽക്കണം, സർവായുധവർഗം എടുക്കണം. To stand firm and put on the full armor of the Lord. ഇവിടെ പറയാണ്, നിങ്ങൾ യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടിട്ട്. He's saying after you've stepped out for war. ഇവിടെ പറയാണ്, നിങ്ങൾ ഓൾറെഡി ആ പ്രോസസിങ്ങിലാ. Says here that you're already in that process. അടുത്ത ഏത് നിമിഷവും അണിനിരന്നിരിക്കുന്ന ശത്രുവിനെ നിങ്ങൾ അഭിമുഖീകരിക്കാൻ പോകുകയാണ്. Any moment from now, you will come across face to face with your enemy. ആമേൻ. ഏത് സമയവും നിങ്ങൾക്കെതിരെ ആ ശത്രു അണിനിർന്നേക്കാം. That enemy of yours can come and attack you at any time. ആരെ വിഴുങ്ങേണ്ടു എന്നോർത്ത് അവൻ ഊടാടി സഞ്ചരിക്കുക. This enemy of yours is moving like a roaring lion, waiting to devour someone. അവസരം നോക്കി നിൽക്കുക, അവൻ നിന്നെ അപായപ്പെടുത്താൻ. Just waiting for one opportunity to danger you. ഏത് സമയം അറിയില്ല, Just don't know the time. എവിടെ നിന്നെന്ന് അറിയില്ല, Don't know where it is from. ആരിൽ നിന്നെന്ന് അറിയില്ല, You just don't know from who it is. എങ്ങനെയെന്നറിയില്ല. Or how it is. ഒരിക്കൽ കൂടെ പറയാം. Tell me about it. എവിടെ നിന്നാണെന്നോ, You probably will not know where it is from. എങ്ങനെയാണെന്നോ, Won't know how it is. ആരിൽ നിന്നെന്നാണെന്നോ You will not know through who നീ it is. അറിയില്ല. You will not know. കൂടെ നടന്ന യൂദ തിരിയുന്നത് Judas getting against Jesus. 12 ബാക്കി 11 പേർക്കും മനസ്സിലായില്ല.
disciples, they didn't understand. തിരിയുന്നവനെ തിരക്കാൻ അവർ ചോദിക്കുന്നുണ്ട്, ആരാ കർത്താവ് എന്ന്. They're trying to find out who is the one that's going to go. എപ്പോൾ എവിടെ സാത്താൻ കടക്കുമെന്നറിയില്ല. You don't know when and where Satan will enter. പ്രിയരെ, എല്ലാം സ്മൂത്തായി പോകുന്നത് കൊണ്ട് ജീവിതം മുഴുവൻ ഇങ്ങനെ പോകുമെന്ന് വിചാരിക്കരുതേ. Dear ones, please don't think that your life will go ahead like this because everything is smooth. നിങ്ങൾ ഒരു യുദ്ധക്കളത്തിലാണെന്നുള്ള ബോധം നഷ്ടപ്പെട്ടു പോകരുതേ. To understand you're in a battlefield. ഒരാഴ്ച കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയതുകൊണ്ട് കാര്യങ്ങളൊക്കെ മാറി മറയില്ലെന്ന് നിങ്ങൾ ഓർക്കരുത്. Don't think that things won't change because 1 week was a smooth ride. വിചാരിച്ചതുപോലൊക്കെ കാര്യം നടക്കുന്നത് കൊണ്ട് കാര്യങ്ങളെല്ലാം ഓക്കെ ആയിട്ട് ഇനി പൊക്കോളുമെന്ന് വിചാരിക്കരുത്. Don't think the ship will be calm when things are going നീ according to what you ഉറങ്ങുന്ന plan. അവസരം നോക്കി കളയിടാൻ കാത്തിരിക്കുന്ന ഒരു ശത്രു നിന്റെ കളത്തിന്റെ അകത്തുണ്ട്. There is an enemy waiting to throw weed when you're sleeping. നീ ഉറങ്ങുന്നത് നോക്കി നിൽക്കുന്ന ശത്രു ഉണ്ട്. There is an enemy waiting for you to നീ sleep. തളരുന്നത് നോക്കി നിൽക്കുന്ന ശത്രു ഉണ്ട്. Waiting for you to get weakened. നീ ഒന്ന് ഇടറിപ്പോകുന്ന നോക്കി നിൽക്കുന്ന ശത്രു ഉണ്ട്. Waiting for your inhibitions to അതുകൊണ്ട് go. അവർ കുളിക്കുന്ന സമയത്തും അവർ അരയ്ക്ക് വാള് കെട്ടിയെന്ന് നെഹമ്യാവ് പറയുന്നു. Therefore, that's why Nehemiah says even when they were in showering, they had their sword at their. അവൻ കുളിക്കുമ്പോഴും കൈ സോപ്പല്ല, അരയിൽ വാള്. They had their swords on them when they were in the shower. ഒരു പണിയുടെ ഭാഗമാണ് നീ എങ്കിൽ, You were a part of a plan of building. നീ ഒരു പണിയുടെ ഭാഗമാണെങ്കിൽ, You were part of a construction. നീ പ്രതീക്ഷിക്കാത്ത സമയത്ത് പ്രതികൂലങ്ങൾ കടന്നു വന്നേക്കാം. Unexpected times, unexpected things could happen. അതുകൊണ്ട് തയ്യാറായി നിൽക്കുക യുദ്ധത്തിന് വേണ്ടി. Be prepared for war at all times. ഇവിടുത്തെ യുദ്ധത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, The thing about this war is, നിങ്ങൾ പുറപ്പെട്ടു കഴിഞ്ഞു, the war already started. ഇനിയും നിങ്ങൾ കാണാൻ പോകുന്നതിനെ കുറിച്ചാണ് കർത്താവ് പറയുന്നത്. Now God is saying about things you're going to see. കുതിരരഥങ്ങളെയും രഥങ്ങളെയും Horses and chariots. നിന്നിലും അധികം ജനത്തെയും കാണുമ്പോൾ ഭയപ്പെടരുത്. When you see more people than you, don't get afraid. ആകുലതയുടെ പ്രശ്നം Things about making you worry. നമുക്ക് പറ്റാത്ത പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുമ്പോഴാണ്. You start getting worried when you face things we can handle. നിങ്ങളെ കൊണ്ട് ചെയ്തു തീർക്കാവുന്ന പ്രശ്നത്തെ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ വലിയ പ്രയാസപ്പെടുക. When you see things you can handle, you won't be much worried. പക്ഷെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തതിനെ നിങ്ങൾ കാണുമ്പോൾ When you see things which you can't handle, നിങ്ങൾ പതറും. start getting shaken. നിങ്ങൾ പതറും. Get weary and shaken. Hallelujah. Amen. എന്റെ എല്ലാ മെസ്സേജിനും All of my messages. വന്ന് താങ്ക് യു, ഹൗ ആർ യു, ഞാൻ തിരിച്ച് ഹൗ ആർ യു എന്ന് ചോദിക്കും. ഓൾ ഗുഡ് എന്ന് പറയുന്ന ഒരാൾ കഴിഞ്ഞ ദിവസം എനിക്ക് മെസ്സേജ് ഇട്ടിട്ട് പറഞ്ഞു, വളരെ പ്രയാസകരമായ ഒരു അവസ്ഥയിൽ കൂടെ കടന്നു പോകുക. Somebody who always responds after my messages and comes says hi, checks on me. He or she reached out to me the last week, said things are not good right now. കാര്യം ചോദിച്ചപ്പോൾ പറഞ്ഞു, When I asked this, കോൺഫിഡൻഷ്യൽ ആണ്, very confidential. പക്ഷെ രക്ഷപ്പെട്ടു പോകാൻ പറ്റാത്തൊരു കാര്യത്തിൽ പിടിക്കപ്പെട്ടു. I'm in something which I don't think I can come out of. പ്രാർത്ഥിക്കണം. You really need to pray for me. മറ്റെന്തും എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, ഇതെന്റെ കയ്യിൽ നിന്ന് വിട്ടുപോയി. I can handle anything else, but this has gone out of my hand. പ്രിയരെ, ഒരു കാര്യം ഞാൻ പറയാം. Dear ones, let me tell you something. നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ചില പ്രശ്നങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഒതുങ്ങാത്തതായി വരും. Things, issues in life, sometimes you will not stand in your hands. It won't ഒരു കാര്യം ഞാൻ പറയാം, അതിന്റെ നടുവിലും കർത്താവുണ്ടെന്ന് ഒരു ഉറപ്പ് നിങ്ങൾക്ക് ഉണ്ടാകണമേ. You need to be sure that our God is there in the midst of those problems as well. ഒരുക്കത്തിന് കുറവ് വേണ്ട, Don't get, lowered on your getting ready for the battle. പ്രയാസപ്പെടണ്ട. Don't be shattered or burdened. നിങ്ങൾ ഈ യുദ്ധത്തിന് പൊക്കോ. Go for the battle. പക്ഷെ I'm just warning you, നിങ്ങളെ ഞാനൊന്ന് മനസ്സിലാക്കി തരിക. I'm trying to convince you. നിങ്ങൾ അഭിമുഖീകരിക്കാൻ പോകുന്നത് നിങ്ങളെക്കാൾ വലിപ്പവും ശക്തിയും എണ്ണത്തിൽ പെരുകിയതിനെയായിരിക്കും. What you're going to face is something more than you've ever seen or imagined. പക്ഷെ എനിക്ക് വേണ്ടത് നീ അവിടെ ഉറച്ചു നിൽക്കുമോന്നാണ്, But I want to see if you're going to stand firm there, അതോ തിരിച്ചു പോകുമോന്നാണ്. or are you going to go back? കഴിഞ്ഞ വെള്ളിയാഴ്ച അല്ലെങ്കിൽ ശനിയാഴ്ച രാവിലെ അവർ കണ്ടതാണ് ക്രിസ്തുവിന്റെ കവാടത്തിങ്കൽ
വലിയ ഒരു കല്ല് ഉരുട്ടി വെച്ചിരിക്കുന്നത്. This Friday or Saturday, they saw a big stone in the mouth of the tomb of Jesus. അതുകൊണ്ട് അവർ ഒലിവെണ്ണ ഇടിച്ചെടുക്കുന്നതും സുഗന്ധവർഗ്ഗങ്ങൾ കൂട്ടുന്നതും കുറച്ചില്ല. But they didn't go less on preparing their oil or preparing spices for പക്ഷെ Jesus. അവർക്കൊരു ചോദ്യമുണ്ടായിരുന്നു. They had a question though. ഈ കല്ലിന്റെ അപ്പുറത്തുള്ള കർത്താവിനെ കാണണമെങ്കിൽ ആര് കല്ലുരുട്ടും? Who's going to roll the stone away for us to see Jesus? ഈ പൂച്ചയ്ക്ക് ആരും മണി കെട്ടുന്ന ഒരു ചോദ്യം പണ്ട് എലികൾക്കുണ്ടായിരുന്നു. The mice had a question. Who's going to tie the bell on the cat? ഈ പൂച്ചയ്ക്ക് മണി കെട്ടുന്ന അത്ര പാട് പിടിച്ച പണിയൊന്നും അല്ല. Tying a bell to a cat is not a hard. പക്ഷെ ഏത് എലിയാണോ പോകുന്നത് ആ എലിയെ ഈ പൂച്ച പിടിക്കും. But which rat or mouse goes for that, they'll get caught by the cat. കാരിരുമ്പിന്റെ കരുത്തുള്ള 10-11 കർത്താവിന്റെ ശിഷ്യന്മാരായിട്ടുണ്ട്. You know, people with Jesus are very strong people, 11 people. ഇതിനകത്ത് അവന്മാരെല്ലാം കൂടെ ഉരുട്ടിയാൽ ഉരുട്ടാവുന്നതേ ഉള്ളൂ ഈ കല്ല്. They can just roll away the stone. കാരണം ഈ കല്ല് JCB കൊണ്ട് ഇറക്കിയല്ലോ, ആരൊക്കെ ഉരുട്ടി വെച്ചതല്ലേ അവിടെ ഇട്ട് It's വെച്ചേക്കുന്നത്. being rolled through here by somebody else. പക്ഷെ ഇവിടെ പ്രശ്നം എന്നറിയാവോ? You know what the problem is? They can do certain things. അവർക്ക് ചിലതൊക്കെ ചെയ്യാൻ പറ്റും, You can do things, പക്ഷെ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയും. but this is a situation ഞാൻ പറഞ്ഞ where മനസ്സിലായോ? you're allowed to do. ചിലതിലൊക്കെ നിങ്ങൾക്ക് ചിലതൊക്കെ ചെയ്യാം, You can do things. പക്ഷെ യു കാൻ ടച്ച്. Right now, you just are not able to. ഹലോ, മനസ്സിലാവുന്നു? Amen. സ്വതന്ത്രം. ചിലതൊക്കെ ചെയ്യാൻ പറ്റിയ വിഷയത്തിന്മേലെ, Some things you can do for this. പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. I'm just not able to do it. കാണാൻ പറ്റുന്നുണ്ട്, I can see it. പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. Able to do about it. Hallelujah. ചിലതിന് മുമ്പ് ഒരു വലിയ ചോദ്യം നിൽപ്പുണ്ട്. Big question is in front of some people. ഒരുങ്ങുന്നുണ്ട്, It's getting prepared. തയ്യാറാകുന്നുണ്ട്, You're getting prepared, പക്ഷെ ചെയ്യാൻ പറ്റില്ല. but not able to do it. ചിലര് equipped ആണ് ചില കാര്യത്തിൽ. Some people are equipped for something. They are well prepared for that. They're good enough for that. പക്ഷെ അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. They're just not able to do it. ചിലർക്ക് കഴിവുണ്ട്, പക്ഷെ ഒരു ഇന്റർവ്യൂ ക്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല. They have the ability, but they just can't crack an interview. ചിലർക്ക് കഴിവുണ്ട്, പക്ഷെ എക്സാമിന് അങ്ങോട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. People are able to do it, but they can't just prepare for exams. നിനക്കൊരു കഴിവ് ദൈവം തന്നിട്ടുണ്ടെങ്കിൽ ധൈര്യമായിട്ട് അതിന്റെ അകത്തോട്ട് എൻറോൾ ചെയ്യണം. God has given you an ability. You need to enroll into it right away. ഇതിനെ കൊച്ചു ഇങ്ങോട്ട് നോക്കിയടി. Niduna, look at this. കഴിവുണ്ടോ? ഉണ്ടോ? കൈ PR ഉണ്ടോ? അങ്ങനെ നോക്ക്, കുഴപ്പമില്ല. ഇറങ്ങണം മോളെ. ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സാറോട് പറഞ്ഞു, സാറേ ഹൈജീനിസ്റ്റ് ആയിട്ടല്ല സാറേ കാണുന്നത്, എന്നൊരു ഡോക്ടറായിട്ട് കാണാൻ എനിക്ക് താല്പര്യമുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീട് ഫർണിഷ് ചെയ്തിട്ട് ഒരു $2.53 million വീടാണ് അത്. അപ്പം ഞാൻ അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, രണ്ടുപേരും ഫാർമസിസ്റ്റ് ആണെന്ന് തോന്നുന്നു. ഞാൻ ഇവനെ വിളിച്ചിട്ട് പറഞ്ഞടാ, ഒരു വീട് ഞാൻ കണ്ടു, അവർ രണ്ടുപേരും ഫാർമസിസ്റ്റാ. അത് കഴിഞ്ഞിട്ട് വേറൊരു വീട് അവർ ഡെന്റിസ്റ്റാ. ഞാൻ പറഞ്ഞടാ മോനെ, നിങ്ങളുടെ വീട്ടിൽ രണ്ടും ഉണ്ട്. ഷൈമ ഇവിടെ ഇരിക്കുന്നു, സ്വത്രം. അത് ഞാൻ പറയാതെ ട്രാൻസ്ലേറ്റ് ചെയ്ത ജോൺസൺ അവിടെ ഇരിക്കുന്നു, ഫിസിയോതെറാപ്പിസ്റ്റ്. കയ്യിലുണ്ടെന്നേ, You have it with you. കയ്യിലുണ്ട്. We have it with But us. scared to touch it. We're just scared to go ahead. പക്ഷെ പ്രിപ്പയർ ചെയ്യാവോ? Prepare. നീ ഇറങ്ങി ഒരു ദൂതനെ കാണാൻ പോയാ, We will step out. നിന്നെയും We will ക്രിസ്തുവിനെയും see the അകറ്റുന്നതിനെ ഉരുട്ടി മാറ്റാൻ ദൈവം ചിലതിനെ ഇറക്കും. God will provide an angel. That's If it is too big, Yes. ഇത് ഒത്തിരി വലിപ്പാട്ടെന്ന് പറഞ്ഞോണ്ട് This is too huge. പിന്നിലോട്ട് പോകരുത്. ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും. I will go against that enemy. Hallelujah. ദാവീദ് അങ്ങോട്ട് ചെല്ലുകയാ. David is going ahead. കാരണം ഗോലിയാത്ത് വലിപ്പമുള്ള ആളാ. Goliath is so huge. അങ്ങോട്ട് ദാവീദ് ഓടുമ്പോ When he goes towards അവിടെ Goliath, ഇങ്ങോട്ട് ചേട്ടന്മാരും എല്ലാം കൂടെ പുറകിലായിട്ട് ഓടുക. his brothers are pulling him back. 40 ദിവസം ആൾക്കാർ ഇങ്ങോട്ട് ഓടുക. 40 days people are running back. രാവിലെ പോയി അവരിങ്ങനെ അണിനിരക്കും. In the morning they go and stand in front of him. അവിടെ നിൽക്കുമ്പോ മറ്റവൻ വരും, ഗോലിയാത്ത് വരും. Goliath will come out. അപ്പൊ അവരെല്ലാം കൂടി ഇങ്ങോട്ട് ഓടും. They all will go back. അപ്പൊ ഇങ്ങോട്ട് എല്ലാരും ഓടുമ്പോ When they all go back, ദാവീദ് അങ്ങോട്ട് ഓടും. David is going against their direction. ഞാൻ ഇതിന്റെ മുമ്പ്
മുമ്പത്തെ പ്രാവശ്യം നാട്ടിൽ പോയപ്പോ When I went to India the last time, ചങ്ങനാശ്ശേരി പോയി ഒരു ഫിഷ് മേടിക്കാൻ വേണ്ടി രാവിലെ ചങ്ങനാശ്ശേരി മാർക്കറ്റിൽ പോയി. I went to a fish market in Changanashik. തിരിച്ച് വണ്ടി ഓടിച്ചോണ്ട് വരുക, Driving back, മെയിൻ ഹൈവേയിലോട്ട് കയറി. going to the main highway. ഞാൻ നോക്കുമ്പോൾ KSRTC ബക്ക് വണ്ടി മറ്റേ ടിപ്പർ ലോറി എല്ലാം എന്റെ ഓപ്പോസിറ്റ് വരുന്നു. I'm seeing KSRTC buses, people know you're not coming against me. ഞാൻ ചോദിച്ചാൽ യുവാർക്കല്ലേ എന്നെ കുഴപ്പമാ. I'm asking, why is it? ഇതെല്ലാം എന്റെ നേരെ ഞാൻ അങ്ങോട്ട് പോകുമ്പോഴെല്ലാം ഏറ്റവും ഇങ്ങോട്ട് വരും. Why are they coming in this direction? എന്നെല്ലാം മനസ്സിലായേ. Then I ഞാൻ understood. ഇവിടുത്തെ ഓടിയിൽ അവിടെ ഓടിക്കുന്നു. I'm driving like here or അത് എന്ന് പോലെ just like that. ഇതെല്ലാം ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഇങ്ങോട്ട് വരുമ്പോ Things are coming against me. ഒരുത്തൻ അങ്ങോട്ട് പോവാ. Someone's going again forward. ഒന്ന് ഒരു ചേട്ടൻ കൈക്ക് പിടിച്ചിട്ട് പറഞ്ഞു, So one brother took hold of his hand and നീ said, ഫുഡുമായിട്ട് വന്നേക്കോട്ടെ, you just came with food. നീ ആളാകാൻ നോക്കുന്നവനാ. Don't try to be big here. എന്തുവാണ് ഇത്? What are you doing? നമ്മളാണ് എന്നെയാണെന്നറിയോ, You know what we would do? വലിയ ഒരു മിനിറ്റ് ആണ് നിൽക്കണേ. Go ahead, just wait a second. ഇവന് കുറച്ച് നാളായിട്ട് സോക്കേടുള്ള I have to talk to my brother. ആർക്കാ This brother ഈ ചേട്ടൻ. has been a problem for me. ഇവനുമായിട്ട് ഒന്ന് തീർക്കട്ടെ. I have to first talk with this brother. നിങ്ങളവിടെ ഒത്തേക്ക് ഞാൻ വരാം. Go ahead and wait. I'll come. ഇതാണ് for നമ്മളെ you. പ്രശ്നം. This is our problem. നമ്മൾ യുദ്ധത്തിന് വന്നിരിക്കുന്ന ആരുമായിട്ടാണെന്നറിയോ? You know who we have come to war against? ഗോലിയാത്തുമായിട്ട്. Come against Goliath. നമ്മളിവിടെ ആരുമായിട്ട് യുദ്ധം You know ചെയ്തുകൊണ്ടിരിക്കുന്ന who we are fighting against? ഈ ചേട്ടനുമായിട്ട്. Our brothers. ദാവീദ് തന്നെയെന്നറിയോ? You know what David did? അവൻ അവിടെ നിന്ന് ഓടിപ്പോയി. David just ran away from. ഞാൻ അച്ഛനോട് പിന്നെ പറയാം. He said, "I'll talk to you later." ഞാൻ ഇവന്റെ അടുത്തോട്ട് വന്നാ. I need to fight the devil. You have to know who is your enemies. They said, "Who your enemy is." Don't waste your energy on. Boy, your brother. Hallelujah. ഞാൻ ഈ കടയിൽ കസ്റ്റമർ വരുമ്പോൾ കേസിയാടും മറ്റെല്ലാ സ്റ്റാഫിനോടും പറയും, ഫൈൻഡ് ഇറ്റ് ഹൂസ് ദ ഡിസിഷൻ മേക്കർ. I say kaise who find out who is the decision maker in the family and talk. നിങ്ങൾ സംസാരിക്കുന്ന മുഴുവനും ആ അച്ഛനോടാ, പുള്ളിക്കാണ് ഒരു കഴിവില്ല. You're spending your time and talking to someone who has no role in that family. അമ്മാമ്മയാണ് മുഴുവൻ തീരുമാനം എടുക്കുന്നത്. It's the wife who's making the decision. ഈ അച്ഛൻ go and catch that അമ്മാമ്മ. So the customer sales, they tell to talk to അപ്പം people. പോയി അമ്മാമ്മയെ പോയി വിളിക്കും. So then she goes and talks to the wife. ടൈപ്പ് ചെയ്യുന്നതാണ് ചോദിച്ചു 10,000. And then I see her making ഞാൻ പറഞ്ഞു, you have to know where you are standing for, who you going to attack. So you need to know in sales who he's going to talk to. നമ്മൾ ഞായറാഴ്ച തിങ്കളാഴ്ച തൊട്ട് ഞായറാഴ്ച വരെ അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ അടി ഉണ്ടാക്കിയ ഗോലിയാത്ത് ഇന്നും അങ്ങനെ തന്നെ റിമൈനിങ് സ്റ്റാൻഡിങ്. നമ്മൾ ചേട്ടനായിട്ട് അടി ഉണ്ടാക്കുക, എനർജി എല്ലാം പോയിട്ട് Monday to Sunday, we all fight with each other, but Goliath is still there. He's ദാവീദ് അങ്ങോട്ട് ഓടുക, David's running against him. എല്ലാരും ഇങ്ങോട്ട് ഓടുക, അങ്ങോട്ട് ഓടുക. He's going forward. ഇന്ന് പകൽക്കാലം ഓടുന്നവരുടെ കൂട്ടത്തിൽ ഓടാതെ അതിന് എതിരായിട്ട് ഓടാൻ വേണ്ടി കർത്താവ് പറയും, ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന്. Can you run against the flow and say, Jesus is saying to you, I am with you in this journey? എപ്പോഴും നമ്മൾ നിൽക്കുന്ന വലിയ പ്രശ്നത്തിന്റെ മുമ്പിൽ We're in front of big problems. ഒരു കാര്യം ഞാൻ പറയാം, But let me tell you something. ഇതിലേക്ക് തന്നെ വലിച്ചിടുന്നത് ആരാന്നറിയോ? You know who's dragging you into this problem? കൂടോത്രമല്ല മറ്റു പ്രശ്നങ്ങളൊന്നും അല്ല, It's not sorcery or anything. കർത്താവ്. It's the Lord who's bought you. ഇവർക്ക് ആഹാരം കൊടുക്കാൻ ആരാ പറഞ്ഞറിയാവോ? You know who told him to provide? കർത്താവാ പറഞ്ഞേ. The Lord said. ശിഷ്യന്മാര് വന്നിട്ട് പറഞ്ഞു, Disciples came and said, അത് വലിയൊരു കൂട്ടമാണെന്ന് പറഞ്ഞു. it's a big crowd. പക്ഷേ യേശു പറഞ്ഞു, കൂട്ടമല്ല, What Jesus said, it's not a big crowd. they are people. They're people. And for them it's a crowd. The disciples, it's a big crowd. For യേശുവിന് അത് ഒരു കൂട്ടം, ഒരു ആൾക്കാർ. Jesus saw those people. അപ്പൊ നീ കാണുന്ന വല്ലവരുടെ പ്രശ്നത്തെ കർത്താവ് കാണുന്നു. Jesus doesn't see a problem കർത്താവ് like how you see it. കാണുന്നത് പോലല്ല. He doesn't see it like how you see it. അവിടെ ഒരു വാക്യം മനോഹരമായിട്ട് എഴുതിയിട്ടുണ്ടാവും, Beautiful words written there. താൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് To what he was about to do, താൻ അറിഞ്ഞിരുന്നു. he knew what he was about to do. നിന്നെ ഒരു ദൗത്യം എന്റെ കർത്താവ് ഏൽപ്പിച്ചെങ്കിൽ, God has entrusted him mission. കർത്താവ് നിന്നെ ഒരു കാര്യത്തിൽ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ, He's made and he sent you for കർത്താവ് something. ഒരുത്തേക്ക് നിന്നെ ഇറക്കി വിട്ടിട്ടുണ്ടെങ്കിൽ, Releasing you for something. ഇന്ന് പകൽ എന്റെ പ്രിയ സ്നേഹിതരെ ഒരു കാര്യം ഉറപ്പോടുകൂടെ പറയട്ടെ, Sister, let me tell you with surety. താൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് താൻ അറിഞ്ഞണ്ട നിന്നെ ഏൽപ്പിച്ചത്. Definitely know for sure what he was going to do. That's why he's entrusted you. എന്റെ പ്രിയ സ്നേഹിതരെ ഒരു കാര്യം പറയട്ടെ, കർത്താവ് എന്തൊക്കെയോ കണ്ടിട്ട് നിന്റെ നിന്റെ കഴിവിന്റെ അപ്പുറത്തുള്ള ഈ കർത്താവെ ഏൽപ്പിച്ചത്. God has seen something greater in us. That's why he's entrusted you with this. Hallelujah. ഒരു കാര്യം ഞാൻ പറയാം, നീ ഇതിന്റെ അകത്ത് ഇൻട്രസ്റ്റ് കാണിച്ചാൽ, If you're showing some interest in this, instead of maximizing the problem, instead of making this problem big, നീ പ്രശ്നത്തെ വലിപ്പപ്പെടുത്താതെ try and make this problem. പറഞ്ഞവനെ വിശ്വസിച്ച് കൈ അനക്കാൻ തുടങ്ങിയാൽ, It's the one who said to you and start working. നിന്റെ തലയിൽ ഇരിക്കും ഒരു അനുഗ്രഹത്തിന്റെ ഒരു കൊട്ടയപ്പം. He will also bring a basket of bread. ഇന്ന് പകൽ അനുഗ്രഹത്തിന്റെ ഒരു വാഗ്ദാനമായി മാറുവാൻ, Make him a channel of blessing. അനുഗ്രഹത്തെ വഹിക്കുന്നവനാകുവാൻ Bring forth നീ this. തയ്യാറാണോ? ചില നമ്മളെക്കാൾ വലിപ്പമുള്ള,
are bigger than us. എസ്തർ പറഞ്ഞു, Esther says here, രാജാവിന്റെ ഭർത്താവാ, the king is her husband. പക്ഷെ എന്റെ ഭർത്താവിന്റെ അടുത്ത് പോകാൻ പോലും എനിക്ക് അനുവാദമില്ല. I have no right to go to my husband. എന്റെ ഭർത്താവിന്റെ അടുത്ത് പോകാൻ പോലും എനിക്ക്, I'm not allowed to go to my husband. കാരണം ശത്രു ഇടയ്ക്ക് കയറിയിട്ട് എവിടം വരെ ബന്ധിച്ചെന്നറിയാമോ? ഭാര്യയും ഭർത്താവും കാണുന്നിടം വരെ എന്ത് ചെയ്തു? Because you know, where did the enemy come up till? He came up till where the husband and wife was. അവരുടെ റിലേഷൻഷിപ്പ് പോലും അവൻ കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഹാമാൻ കെട്ടിക്കളഞ്ഞു. Haman came in between them. പക്ഷെ അവന് എസ്തർ പറയുന്ന ഒരു കാര്യമുണ്ട്, What Esther says, നിങ്ങളെല്ലാം കൂടെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. fast for me. Hallelujah. എസ്തർ പറഞ്ഞിങ്ങനെ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. Pray for me. Hallelujah. പ്രശ്നങ്ങൾ ഒരുപാടുണ്ട് അവിടെ, There are so many problems. പക്ഷെ അവര് എസ്തർ പറയാ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. Esther saying, you pray for me. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച, You pray. If you pray for 1000 പ്രശ്നങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണ്ട, don't pray for 1,000 problems. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. Pray for me. എനിക്ക് വേണ്ടി Pray പ്രാർത്ഥിച്ച for me. If you pray for me, ഞാൻ കയറും. I'll go to the king's presence. അവൾ കയറിയപ്പോൾ ചോദ്യം ചോദിക്കുന്നത് You എന്താണെന്നറിയാമോ? know the question that's been asked to her when she goes ഈ to his presence. പ്രൊവിൻഷ്യന്റെ എല്ലാം അധികാരം എന്റെ കയ്യിലുണ്ട്. I have authority over all these nations. അവൻ അറിയത്തില്ല അവിടെ പ്രശ്നം. He doesn't know her problem. ആൾക്കാര് പ്രാർത്ഥിക്കുന്ന അവൾക്ക് വേണ്ടിയാ. People are praying for her. അവിടെ നിന്നപ്പം രാജാവ് എണ്ണമട്ട് ചോദിക്കുന്നുണ്ട്, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? He's asking, what should I do for you? എന്റെ പ്രിയ സഹോദര, നിനക്ക് 1000 പ്രശ്നം കാണും. Dear brother, you might have thousands of problems. എന്റെ issues സഹോദരി, in life. 1000 പ്രശ്നം Sister, കാണും. you only need enough and more issues. ഇന്ന് രാത്രി നീ പ്രാർത്ഥിക്കേണ്ടത് 1000 പ്രശ്നം മാറാനല്ല. Pray for 1,000 problems to be ഈ solved. 1000 പ്രശ്നത്തെ അഭിമുഖീകരിപ്പാൻ ദൈവം നിന്നെ നിർത്താൻ വേണ്ടിയാ നീ പ്രാർത്ഥിക്കേണ്ടത്. Ask God to help you to stay and face those ഇന്ന് problems. പകൽ എത്ര പേർക്ക് പറയാൻ പറ്റും, കർത്താവേ, ഒരുപാട് പ്രശ്നങ്ങളെ ഞാൻ കാണുന്നുണ്ടോ, I'm seeing a lot of problems. പക്ഷേ എന്റെ സമയം എനിക്ക് വേണ്ടിയല്ല, നിങ്ങൾ എനിക്ക് എന്റെ വിഷയത്തിന് വേണ്ടിയല്ല നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. Don't pray for my problems. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. Pray for me. ഞാൻ നിന്നാൽ വിടുതലാ. If I stay, it's a deliverance. ഉറപ്പുള്ളവരായി നമുക്ക് നിൽക്കാം, Let us be sure. ധൈര്യമുള്ളവരായി നിൽക്കാം. Be confident. ഒരുപക്ഷെ നാം കാണുന്ന പ്രശ്നങ്ങൾ നമ്മേക്കാൾ വലിപ്പം വരുന്നതായിരിക്കും, Problems we see are bigger than പക്ഷെ us. നമ്മുടെ കണ്ണുകൾ, ആത്മകണ്ണുകളെ ദൈവസന്നിധിയിൽ അടച്ചാൽ With the eyes of your spirit and look നമുക്ക് into കാണാൻ the Lord's presence. ആരാധനറിയാമോ? You're going to see ഇതിലേക്ക് ഇതിൽ ഇറക്കി വിട്ട വലിയവനാം ദൈവമാണ്. much bigger God who's led us അത്ഭുതവുമായി to ദൈവം പുറത്തേക്ക് വരും. He'll come for you. ഒരത്ഭുതം മടിച്ചു നിൽക്കാതെ, മാറിപ്പോകാതെ, Not to stand aside. ധൈര്യമായി നിൽക്കുക. Stand with confidence. ഞാൻ യേശുവിന്റെ നാമത്തിൽ വിശ്വസിച്ചാൽ അതിന്റെ പ്രൊഫൈൽ മാറട്ടെ. I'm believing in Jesus' name, some profiles should change. ഞാൻ യേശുവിന്റെ നാമത്തിൽ വിശ്വസിച്ച് ചിലതിന് വേണ്ടി ഇറങ്ങി പുറപ്പെടട്ടെ. I'm believing in the name of Jesus that some will step out for things. ഇന്ന് പകൽ ചില തീരുമാനങ്ങൾ എടുപ്പാൻ ദൈവാത്മ ചിലതിനെ ബലപ്പെടുത്തട്ടെ. Lord, let the Lord enable you to take some decisions. വലിപ്പമുണ്ടെന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന ചില വിഷയത്തെ കർത്താവിന്റെ സാന്നിധ്യത്തോടുകൂടി അഭിമുഖീകരിക്കാനുള്ള ഒരു അഭിഷേകം ഇന്ന് പകൽ ഈ ആരാധനയിൽ കൂടെ യേശുവിന്റെ നാമത്തിൽ ചിലരുടെ ഉള്ളിലേക്ക് ഞാൻ പകരുക. That you receive that anointing to face things you see are much bigger for you. നിർത്തട്ടെ എന്റെ വാക്ക്. പ്രിയ ജോർജ് കൂടി കടന്നു വരും. തുടർന്നുള്ള കാര്യങ്ങൾ പറഞ്ഞ് അതിഥികളെ കടന്നു വന്നവർക്ക് നന്ദിയൊക്കെ പ്രകാശിപ്പിച്ച് പ്രാർത്ഥന മടങ്ങിപ്പോ